നമ്മളെ റഹ്മത്തുള്ള ഖാസിം ഉണ്ടല്ലോ, അയാള് പറഞ്ഞ കാര്യങ്ങള് ജാറം കച്ചവടം നടത്തുന്നുണ്ട്. അവര് ആരെ കുറിച്ചാ പറയുന്നതെന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല. മൂപ്പര് പെടുത്താണ് ജാറം കച്ചവടം നടത്തുന്ന ആളുകളാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ആ ഭാഗങ്ങളൊന്ന് കേട്ടോളൂ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. അത് ചിന്തിക്കണം. ആ ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ. കണ്ടോ ഈ കൗമ് ഈ നൗമ് നന്നാവൂല. ആരോടാ പറയുന്നത്? നിങ്ങളെ കൗമനല്ലേ? ആരാ കച്ചവടം നടത്തിയത്? ഈ സുന്നിക്കാരല്ലേ ഇപ്പോ മമ്പറത്തെ ജാറം വാങ്ങിയത്? മമ്പറത്തെ ജാറം ഞങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഇത്ര മൂടലും മുത്തലും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇത്രയാണ് വരുമാനം. ഞങ്ങൾ വാങ്ങിയപ്പോ ബിസിനസ് കൂടി. ദാറുൽ ഹുദ ജമാഅത്ത് ഇംഗ്ലീഷിൽ വെച്ചാലും പറയുന്ന മൂല്യന്മാര് തനി കെട്ടിയ മൂല്യന്മാരുണ്ട് അവിടെ. എന്താ കാര്യം? കള്ളനെ പഠിച്ച കള്ളനായിരുന്നമായി. മൂല്യം ഇംഗ്ലീഷ് പഠിച്ചാൽ ഖുറാബാത്ത് ഇംഗ്ലീഷ് പ്രചരിപ്പിക്കും, ഉറുദു പഠിച്ചാൽ ഉറുദു പ്രചരിപ്പിക്കും. ഭാരതാ സാഹചര്യം കണ്ടോ? ഖബർ കച്ചവടം ചെയ്യുന്ന അവർ സുന്നിയല്ല. മമ്പറത്തെ ജാറം കച്ചവടം ചെയ്ത ഈ സുന്നിക്കാർ സുന്നിയല്ലേ? ഞാൻ പറയാം മമ്പറത്ത് പോയിട്ട്. അതുപോലെ നന്ദി ദാറുസ്സലാം നടക്കുന്നത് അപ്പവാണിപ നേർച്ചയുടെ പൈസ കൊണ്ടാ. ഇപ്പച്ചൊക്കെ എങ്ങനെ സത്യം മനസ്സിലാക്കി? ഈ ഹറാമിന്റെ പൈസ എടുക്കാനും പുറക്കാനും വിൽക്കാനും ഒക്കെ അല്ലേ? അങ്ങനെ ജാറം കച്ചവടം നടത്തുക. ജാറം കച്ചവടം നടത്തി ജീവിക്കുന്ന കൂട്ടരാരാ? നിങ്ങൾ തന്നെ. നിങ്ങളെയൊക്കെ പേരാണ് സുന്നി അല്ലേ? സുന്നി പറഞ്ഞാൽ സുന്നത്തിനെ പിൻപറ്റുന്നോന്നാ. അള്ളാന്റെ റസൂൽ എത്ര ജാറം കച്ചവടം ചെയ്തു? നിങ്ങൾ പറഞ്ഞു. സഹാബികൾ എത്ര ജാറം കച്ചവടം ചെയ്തു ഉണ്ടോ? അപ്പൊ സുന്നി അല്ല, നിങ്ങൾ സാക്ഷാൽ ബിദ്അയാണ്.